പറയുന്ന കാര്യം കൃത്യമായി പറയുന്നതുകൊണ്ടും പ്രതികരിക്കുന്നതുകൊണ്ടും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിമർശനങ്ങളും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതെപ്പോഴെങ്കിലും മാനസികമായി ബാധിക്കാറുണ്ടോ? ഒന്നുമില്ല. ബാധിച്ചിട്ടില്ലേ? ഇല്ല. ഒട്ടുമില്ലെന്ന് പറയാം. എന്നറിയാം, ഈ CPM-ൻ്റെ ഒക്കെ വലിയൊരു വിമർശകനാണ് ഞാനെന്നാണ് CPM-കാരൊക്കെ. ഞാൻ SFIയിൽ കൊടിയും പിടിച്ച് നടന്ന് ഒരു വർഷം എൻ്റെ പഠിത്തം പോലും കളഞ്ഞ മനുഷ്യനാണ്. ശരി. ഞാൻ എല്ലാവരും ഈ മലയാളി ജനിക്കുന്ന ബേസിക്കായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പിന്നെ മാറുന്നതാണോ? പിന്നെ മാറുന്ന അവരുടെ കയ്യിലിരിപ്പുകൊണ്ട് മാറുന്ന. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ വളരെ ആക്റ്റീവായിട്ട് രാഷ്ട്രീയം പറയുന്നത്? ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അവർക്കെതിരെ പറയേണ്ടി വരുന്നത്. അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് വന്നാൽ എനിക്ക് കോൺഗ്രസിനെ കുറ്റം പറയാൻ ഒരുമില്ല. ഞാൻ ആരുടെയും ചിലവ് ജീവിക്കുന്ന ആളല്ല. തന്നെയല്ല, ഞാൻ വളരെ ശക്തമായ രാഷ്ട്രീയ ചിന്തകളുള്ള മനുഷ്യനുമാണ്. അതൊരു രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ലോകം അതുപോലെ കണ്ടുവരുമ്പോൾ നമുക്ക് പുച്ഛം തോന്നും പല രാഷ്ട്രീയക്കാരോടും നമ്മുടെ ഇവിടുത്തെ ഒരു സെറ്റപ്പിനോട്. ശരിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങും കുറേ കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് CPM ആണെങ്കിലും എനിക്കൊരു പിന്നെ നായരെന്ന് പേരിട്ടുള്ളത് BJP ആണ് എല്ലാവരും കാര്യമില്ല. എനിക്ക് BJP ഇല്ല, ആരുമില്ല. എല്ലാ രാഷ്ട്രീയത്തിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അതുപോലെ ശത്രുക്കൾ ഉണ്ടാകാം. അപ്പം എപ്പോഴും ഭരണത്തിരിക്കുന്നവരാണ് കൂടുതൽ വിമർശിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ CPM-നെ നമ്മൾ വിമർശിക്കുന്നത്. അതിനുശേഷം കോൺഗ്രസ് വരുമ്പോഴും റോഡിൽ കുഴിയുണ്ട്. ഞാൻ പറയും, എനിക്ക് PD സതീശനായാലും രാഹുൽ ഗാന്ധി ആയാലും എനിക്ക് എല്ലാവരും ഒരുപോലെ. അത് പിണറായി വിജയനായാലും അങ്ങനെ അതിനകത്തുള്ള എനിക്ക് ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ എൻ്റെ ഒരു സാമൂഹ്യ ബോധം വെച്ച് ഞാൻ വിമർശിക്കുന്ന. എൻ്റെ അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് യാതൊരു ആഭിമുഖ്യവും ഇല്ല. ഒരു രാഷ്ട്രീയക്കാരനുമായിട്ടും അമിതമായ ബന്ധമൊന്നും എനിക്കില്ല. പിന്നെ ഈ വണ്ടി വാങ്ങിക്കുന്ന രാഷ്ട്രീയക്കാരടക്കം തലപ്പത്തുള്ളവരടക്കം എല്ലാ പാർട്ടിക്കാരും എന്നെ വിളിക്കുന്നു. CPM-ന്നും അതെ, CPM എന്നൊക്കെ എന്നെ വിളിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അത് കളിയാക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ CPM-കാരെ വിളിക്കാറുണ്ട്, BJP-ന്ന്, കോൺഗ്രസിന്, എല്ലാവരും. അങ്ങനെ കാര്യം നമ്മൾ സിനിമാ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ബിസിനസ്സിൻ്റെ രംഗത്തായാലും ഒരുമാതിരിപ്പെട്ട എല്ലാവരും വണ്ടി വാങ്ങിക്കാൻ നേരത്ത് എങ്ങനെയെങ്കിലും പരിചയമില്ലെങ്കിലും നമ്മുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ച് അഭിപ്രായം ചോദിക്കും. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും പിന്നെ കാണുമ്പോൾ അതേ വൈജു പറഞ്ഞിട്ട് എടുത്ത വണ്ടി കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷമുണ്ട് നമുക്ക്.